Once again, I welcome you all to the online classes of Construction Management and Safety Engineering. Today in this video, we will be discussing an important topic from construction management. In the previous video classes, we have discussed about construction management and its various functions. Today, in this video, we will be discussing about the very first function of construction management. That is planning in the construction management. അപ്പോൾ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ഫംഗ്ഷനായ പ്ലാനിംഗ് എന്താണെന്നും അതിന്റെ മെത്തഡോളജി എന്താണെന്നും ഒക്കെയാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലാനിംഗ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വലിയ മാസീവായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ ചെറിയ ചെറിയ ടാസ്കുകളും ആക്ടിവിറ്റീസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പലതരം പ്ലാനുകൾ, മെറ്റീരിയൽ പ്ലാൻ, മെഷീനറി പ്ലാൻ, എക്യുപ്മെൻറ്റ് പ്ലാൻ, ഹ്യൂമൻ പവർ പ്ലാൻ, അങ്ങനെ പല പ്ലാനുകളാക്കി മുറിച്ച് ഓരോന്നും എപ്പോഴൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം കണക്കാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്ലാനിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ പ്രോജക്റ്റിനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു രൂപപ്പെടുത്തുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. So what is work breakdown structure? It is the hierarchical tree structure obtained by decomposition of the project into phases and tasks. അതായത് ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ ഡീകമ്പോസ് ചെയ്ത് പല ഫേസുകളും പല ടാസ്കുകളുമാക്കി മുറിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ഹൈറാർക്കിക്കൽ ട്രീ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു മരം പോലെ മുകളിൽ നിന്ന് ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്നുള്ള ആ ഒരു സംഭവത്തെ മുറിച്ച് പല ശാഖകളാക്കി ഓരോ ശാഖകൾക്കും ഓരോ ഉത്തരവാദികളെയാക്കി അത് മാനേജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിനെ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ബെറ്റർ പ്ലാനിങ് ആൻഡ് ദ സ്മൂത്തർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. നമ്മൾ ഒരു പ്രോജക്റ്റിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് പ്രോസസ്സ് വളരെ എളുപ്പമായിരിക്കും. ആൻഡ് എക്സിക്യൂഷൻ നടത്തുന്ന സമയത്ത്, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോവുക, ആ പ്രവൃത്തി നടക്കുന്നതിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുക. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോജക്റ്റിനെ ഒന്നാകെ നോക്കുമ്പം ഒന്നും മനസ്സിലാവില്ല. അതിനെ കൃത്യമായ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറുകളാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ, കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമായിരിക്കും. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിന്റെ എക്സാമ്പിളുകൾ നമ്മൾ ഇനി പറയും, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ helps to foresee the situation during execution. പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത്, കൺസ്ട്രക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ ആവശ്യം വരും, എന്തൊക്കെ കാര്യങ്ങൾ കരുതണം എന്ന് നമ്മളെ ഫോർസീ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി കാണാൻ ഈ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ നമ്മളെ സഹായിക്കും. സോ ഇൻ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ the entire big project is broken down into manageable chunks, whole to part. പ്രോജക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഇറ്റ് ഈസസ് ടു പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. അതുവഴി കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട 7 ഫങ്ഷൻസ് ഉണ്ട്. അത് സുഖകരമായി നടത്താൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ്? ഒരു എൻ്റയർ വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ പല ആക്ടിവിറ്റീസുകളായിട്ട് മുറിക്കുന്നതിനെയാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയും. സോ ലെറ്റ്സ് സീ ആൻ ഇല്ലുസ്ട്രേറ്റീവ് എക്സാമ്പിൾ ഓൺ ഹൗ ടു മേക്ക് എ WBS. So list the activities and create the work breakdown structure for a residential building construction project. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്രോജക്റ്റിന്റെ WBS എഴുതുക എന്നുള്ളതാണ് നമുക്കിവിടെ ചോദ്യം. ഈ ചോദ്യം നമുക്ക് ചോദിക്കൂല എക്സാമിന്, ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഹൗ ദ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ഈസ് മെയ്ഡ് ഫോർ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്രോജക്റ്റ്. സോ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ആർ breaking down the total construction project into various activities. ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്രോജക്റ്റിന് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസുകളാക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ആക്ടിവിറ്റിനെ ഞാൻ ആക്ടിവിറ്റി എ എന്നെഴുതി. ആക്ടിവിറ്റി എൻ്റെ ഡെസ്ക്രിപ്ഷൻ എന്താണ്? ട്രീ കട്ടിംഗ് ആൻഡ് സൈറ്റ് ക്ലിയറൻസ്. ആ സ്ഥലം
അവിടെയുള്ള നമ്മൾ എവിടെയാണോ കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത് ആ ഏരിയ മരങ്ങൾ കട്ട് ചെയ്ത് സൈറ്റ് ക്ലിയർ ആക്കുന്നു. ആക്ടിവിറ്റി ബി ജനറൽ എക്സ്കവേഷൻ. അപ്പോൾ ചിലപ്പോൾ അൺഡുലേറ്റഡ് ഗ്രൗണ്ട് ആയിരിക്കും കയറ്റമിറക്കം ഉള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പ്ലെയിൻ സർഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആവശ്യത്തിന് എക്സ്കവേറ്റ് ചെയ്യുന്നു. ലെവലിംഗ് ഓഫ് ഗ്രൗണ്ട്, നമുക്ക് ഏത് റിക്വയർഡ് ലെവലിലോട്ടാണോ ഗ്രൗണ്ട് വേണ്ടത് ആ ലെവലിലോട്ട് ഗ്രൗണ്ട് കൊണ്ടുവരുന്നു. ആൻഡ് ആക്ടിവിറ്റി ഡി എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് താഴോട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നു. ആക്ടിവിറ്റി ഇ പി സി സി ഫോർ ഫൗണ്ടേഷൻ, ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ലേ ചെയ്യുന്നു. ആക്ടിവിറ്റി എഫ് റാൻഡം റബിൾ മേസൺറി വർക്ക് ഫോർ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ്, ഫൗണ്ടേഷൻ്റെയും ബേസ്മെന്റിന്റെയും RRM വർക്ക് ചെയ്യുന്നു. ആൻഡ് ജി എർത്ത് ഫില്ലിംഗ് ഇൻസൈഡ് ദ ബേസ്മെന്റ്, കൺസ്ട്രക്ട് ചെയ്ത ബേസ്മെന്റിനകത്ത് എർത്ത് ഫില്ല് ചെയ്യുന്നു. ആക്ടിവിറ്റി എച്ച് ഡാംപ് പ്രൂഫ് കോഴ്സ് ഈസ് പ്രൊവൈഡഡ് ഓവർ ദ ബേസ്മെന്റ്, ബേസ്മെന്റിന് മുകളിൽ ഡാംപ് പ്രൂഫ് കോഴ്സ്, വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടും മോയ്സ്ചറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള DPC കൊടുക്കുന്നു. ആക്ടിവിറ്റി ഐ ഡോർ ഫ്രെയിം ഇൻസ്റ്റലേഷൻസ്, ഡോറിന്റെ ഫ്രെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആൻഡ് ആക്ടിവിറ്റി ജെ ലാറ്ററൈറ്റ് മേസൺറി വാളിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലാറ്ററൈറ്റ് മേസൺറി യൂസ് ചെയ്തിട്ട് വാളിന്റെ വർക്ക് ചെയ്യുന്നു. കെ RCC ഫോർ റൂഫ്, മേസൺറി വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മേലെ റൂഫ് സ്ലാബ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള RCC വർക്ക് ചെയ്യുക. ആക്ടിവിറ്റി എൽ പ്ലാസ്റ്ററിങ്, ഈ റൂഫിന്റെ വർക്ക് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിന്റെ വർക്ക് ചെയ്യുക. ആക്ടിവിറ്റി എം പെയിന്റിങ്, ആക്ടിവിറ്റി എൻ ഫ്ലോറിംഗ്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ടോട്ടൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഓരോ ആക്ടിവിറ്റീസിനും എത്ര സമയമെടുക്കുന്നു നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്ന് കണക്കാക്കാൻ പറ്റും. അതിന് നമുക്ക് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം ഓരോ ആക്ടിവിറ്റീസ് നടത്താമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അന്നേ ദിവസത്തേക്കുള്ള ആളുകളെ നമുക്ക് തയ്യാറാക്കി നിർത്താനും അന്നേ ദിവസത്തേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ മുൻകൂട്ടി ഓർഡർ ചെയ്ത് വെക്കാനും സമയത്തിന് അവൈലബിൾ ആക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ടോട്ടൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന് ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ആ റെസിഡൻഷ്യൽ പ്രോജക്റ്റിനെ ഒരു A മുതൽ N വരെയുള്ള വിവിധ ആക്ടിവിറ്റീസുകളാക്കിയിട്ട് മുറിക്കുന്നതിനെയാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കണ്ടു, ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. Here is illustrative example 2. List the activities and create the WBS for the road construction project. Discuss the interdependency of the activities. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിന്റെ ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്റർഡിപെൻഡൻസി ഓഫ് ദ ആക്ടിവിറ്റീസും കൂടെ പരസ്പരം ചെക്ക് ചെയ്യണം. ഇന്റർഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആക്ടിവിറ്റികൾ തമ്മിലുള്ള ബന്ധം, ഏത് ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഏത് ആക്ടിവിറ്റി തുടങ്ങാം, അങ്ങനെ റിലേഷൻ ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ ആക്ടിവിറ്റീസ് തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസിയും കൂടെ ഡിസ്കസ് ചെയ്യണമെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ A മുതൽ H വരെയുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് ഞാനിവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് തരുന്നത്. ഈ എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല, ഇതിൽ ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്. ബട്ട് നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു A to H ആക്ടിവിറ്റീസ് എടുക്കാം. സോ ആക്ടിവിറ്റി A, അതിൻ്റെ ഡെസ്ക്രിപ്ഷൻ ടീ കട്ടിങ് ആൻഡ് സൈറ്റ് ക്ലിയറൻസ് ആണ്. എവിടെയാണോ ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ട്രീസ് എല്ലാം കട്ട് ചെയ്ത് സൈറ്റ് ക്ലിയർ ചെയ്യുന്നു. ബി ജനറൽ എക്സ്കവേഷൻ, റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് റോഡിന് ഒരു പെർട്ടിക്കുലർ ലെവൽ ഉണ്ടാവും, ആ ലെവൽ വരെ റോഡ് അവിടെയുള്ള മണ്ണ് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള എക്സ്കവേഷൻസ് എല്ലാം ചെയ്തു വെക്കുന്നു. ആക്ടിവിറ്റി സി ഗ്രേഡിംഗ് ജനറൽ ഏരിയ ഫോർ ലെവലിംഗ്, അവിടെയുള്ള റോഡിൻ്റെ തട്ടുകളെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു റിക്വയർഡ് സർഫേസ് ലെവൽ എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ എലവേഷൻസ് തുല്യമാക്കുന്നതിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെവൽ ചെയ്യുന്നു. ആക്ടിവിറ്റി ഡി എക്സ്കവേഷൻ ഫോർ യൂട്ടിലിറ്റി ട്രെഞ്ചസ്, ആ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല യൂട്ടിലിറ്റീസ് ഉണ്ട്. അവിടെ സിവർ ലൈൻ പോകുന്നുണ്ടാവും, മഴവെള്ളത്തിൻ്റെ കളക്ട് ചെയ്യുന്ന ലൈൻ പോകുന്നുണ്ടാവും, കുടിവെള്ളത്തിൻ്റെ ലൈൻ പോകുന്നുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെഞ്ചുകൾ, കിടങ്ങുകൾ എന്തെങ്കിലും നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അപ്പോൾ തന്നെ നിർമ്മിക്കണം. ആക്ടിവിറ്റി ഇ കോമ്പാക്റ്റിംഗ് ഓഫ് സബ്ഗ്രേഡ്, റോഡിന് വേണ്ടിയിട്ട് സബ്ഗ്രേഡ് ഒരുക്കണം, അതായത് റോഡിൻ്റെ താഴെയുള്ള മണ്ണിനെ ഉറപ്പിക്കുന്നതിനെയാണ് കോമ്പാക്റ്റിംഗ് ഓഫ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി എഫ് ഇൻസ്റ്റലേഷൻ ഓഫ് സിവർ ലൈൻസ്, സിവർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളത്തെ കളക്ട് ചെയ്ത് ഡ്രെയിനേജിലോട്ട് കൊണ്ടുപോയി തള്ളുന്ന വാട്ടറിൻ്റെ പൈപ്പിനെയാണ് സിവർ ലൈൻസ് എന്ന് പറയാം. അപ്പോൾ ഈ സിവർ ലൈൻസിൻ്റെ ഇൻസ്റ്റാളേഷൻസ് ചെയ്യുന്നു എന്നുള്ളതിന് ആക്ടിവിറ്റി എഫ് എന്ന് പറയുന്നു. ആക്ടിവിറ്റി ജി
ഇൻസ്റ്റാളേഷൻ ഓഫ് ഇലക്ട്രിക് പോൾസ്, കറണ്ട് ലൈനിന് വേണ്ടിയിട്ടുള്ള കറണ്ടിൻ്റെ പോസ്റ്റുകൾ ഫിറ്റ് ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആക്ടിവിറ്റി എച്ച്, ലേയിങ് ഓഫ് പേയ്മെൻറ്റ്, റോഡിൻ്റെ പേയ്മെൻറ്റ്, റോഡ് ടാർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ABCDEFGH ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അവ എന്താണെന്ന് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവ തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസി ഒന്ന് ചെക്ക് ചെയ്താലോ. ആക്ടിവിറ്റി എ, ട്രീ കട്ടിംഗ് ആൻഡ് സൈറ്റ് ക്ലിയറൻസ്, അതിൻ്റെ പ്രിഡസസർ എന്ന് പറഞ്ഞ വാക്ക് എന്താ? അതിനുദ്ദേശിക്കുന്നത് അതിനു മുമ്പ് നടക്കുന്നത് എന്താണെന്നാണ് പ്രിഡസസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രീ കട്ടിംഗ് ആൻഡ് സൈറ്റ് ക്ലിയറൻസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടുണ്ടാവണം. ലാൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടാവണം. ഈ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് ട്രീ കട്ടിങ്ങും സൈറ്റ് ക്ലിയറൻസും ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ആക്ടിവിറ്റി ബി, ജനറൽ എക്സ്കവേഷൻ, അത് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി എ മസ്റ്റ് ബി കംപ്ലീറ്റഡ് അല്ലേ. ട്രീ കട്ടിങ്ങും സൈറ്റ് ക്ലിയറൻസും ചെയ്താലേ നമുക്ക് എക്സ്കവേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആക്ടിവിറ്റി ബിയുടെ ആ റോയിൽ പ്രൊഡസസറായിട്ട് ആക്ടിവിറ്റി എ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ. ആക്ടിവിറ്റി സി, ഗ്രേഡിംഗ് ജനറൽ ഏരിയ ഫോർ ലെവലിംഗ്. അപ്പോൾ ഗ്രേഡിംഗ് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി ബി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്കവേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഗ്രേഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ടിവിറ്റി ഡി നോക്കൂ, എക്സ്കവേഷൻ ഫോർ യൂട്ടിലിറ്റി ട്രഞ്ചസ്, അത് ചെയ്യണമെങ്കിലും ആക്ടിവിറ്റി ബി കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം. ആക്ടിവിറ്റി ഇ, കോമ്പാക്റ്റിംഗ് ഓഫ് സബ്ഗ്രേഡ്, അതിനും ആക്ടിവിറ്റി ബി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ 3 ആക്ടിവിറ്റികൾ ശ്രദ്ധിച്ചോളൂ, സി, ഡി ആൻഡ് ഇ. ഇവയ്ക്ക് 3ഉം കോമൺ ആയിട്ടുള്ള ഒരു പ്രെഡസസറാണ് ആര്? ആക്ടിവിറ്റി ബി. സോ ആക്ടിവിറ്റി ബി കഴിഞ്ഞാൽ മാത്രമേ ആക്ടിവിറ്റി സി, ആക്ടിവിറ്റി ഡി ആൻഡ് ആക്ടിവിറ്റി ഇ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ സി, ഡി, ഇ ഈ 3 ആക്ടിവിറ്റികൾക്ക് കോമൺ പ്രെഡസസറാണ് ആര്? ബി, അതായത് ജനറൽ എക്സ്കവേഷൻ കഴിഞ്ഞാലാണ് അതിനുശേഷമുള്ള 3 ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജനറൽ എക്സ്കവേഷൻ നടത്താനുള്ള മെറ്റീരിയലുകളോ വസ്തുക്കളോ കിട്ടിയില്ലെങ്കിൽ അതിനുശേഷമുള്ള ആക്ടിവിറ്റികൾ പോലും നടക്കാതെയാവും. അപ്പോൾ ടോട്ടൽ പ്രോജക്റ്റ് അവിടെ പെൻഡിങ് ആവും. അതേപോലെ ആക്ടിവിറ്റി എഫ് നോക്കൂ. എഫ്, ഇൻസ്റ്റാളിംഗ് ഓഫ് സിവർ ലൈൻസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സി ആൻഡ് ഡി മസ്റ്റ് ബി കംപ്ലീറ്റഡ്. അതായത് ഗ്രേഡിംഗ് ജനറൽ ഏരിയ ഫോർ ലെവലിംഗ്, എക്സ്കവേഷൻ ഓഫ് യൂട്ടിലിറ്റി ട്രഞ്ചസ്. ഈ 2 ആക്ടിവിറ്റീസ്, സിവർ ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തട്ടുകൾ ലെവലാക്കിയിട്ടുണ്ടായിരിക്കണം. അതിന് പുറമെ യൂട്ടിലിറ്റി ട്രഞ്ചുകൾ, ഈ സിവർ ലൈൻസ് ഫിക്സ് ചെയ്യാനുള്ള ട്രഞ്ചുകളും എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആക്ടിവിറ്റി എഫ് ആയിട്ടുള്ള സിവർ ലൈൻ ഇൻസ്റ്റാളേഷൻ അതിനു മുമ്പുള്ള 2 ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആക്ടിവിറ്റി സിയും ഡിയും കഴിഞ്ഞാൽ മാത്രമേ ആക്ടിവിറ്റി എഫ് ആയിട്ടുള്ള സിവർ ലൈൻ ഇൻസ്റ്റാളേഷൻ നടക്കുകയുള്ളൂ. ആക്ടിവിറ്റി ജി നോക്കൂ, അതുപോലെ തന്നെയാണ്. സിയും ഡിയും കഴിഞ്ഞാൽ മാത്രമേ ഇൻസ്റ്റാളേഷൻ ഓഫ് ഇലക്ട്രിക് പോൾസ് ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ടിൻ്റെ പോസ്റ്റ് വെക്കണമെങ്കിൽ സി, ഡി ഈ 2 ആക്ടിവിറ്റീസ് തീർന്നിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് ആക്ടിവിറ്റി ഡിസ്ക്രൈബ്ഡ് ഹിയർ ഈസ് ലേയിങ് ഓഫ് പേയ്മെൻറ്റ്, റോഡിൻ്റെ ടാറിംഗ് ആണ് 5ാമത്തെ എച്ച് ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആക്ടിവിറ്റി ഇ ആൻഡ് എഫ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ഇ, എഫ് ആണ് അതിൻ്റെ പ്രെഡസസർ എന്ന് പറയുന്നു. പ്രെഡസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപ് തീരേണ്ടത്, മുൻഗാമി എന്ന് പറയാം. അപ്പോൾ ഇയും എഫും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ടിവിറ്റിയും പ്രെഡസസറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പ്രെഡസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് മുമ്പ് നടക്കേണ്ട ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഏതൊക്കെ ആക്ടിവിറ്റികൾ കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റുക എന്ന് ഈ ടേബിൾ വഴി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്താണ്? ഇന്റർഡിപെൻഡൻസി ഓഫ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ ദ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വിവിധ ആക്ടിവിറ്റികളെ ടേബിളൈസ് ചെയ്യുന്നു. അവ തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസി നമ്മൾ ഈ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറും അതിൻ്റെ ടേബിൾ വരയ്ക്കൽ എങ്ങനെയെന്നും അവ തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസി ഒരു ടേബിളിൽ എങ്ങനെ ചെയ്യാണെന്നും നമ്മൾ കണ്ടു. പക്ഷേ അത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല, ഒരു രസമുള്ള ഏർപ്പാടല്ല അല്ലേ? ഒരു ടേബിളിൽ പ്രെഡസസർ എന്താണെന്ന് എഴുതുന്നു, സക്സസർ എന്താണെന്ന് എഴുതുന്നു, ആക്ടിവിറ്റി എന്താണെന്ന് എഴുതുന്നു. അതിനേക്കാളും എളുപ്പമുള്ള വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടാക്കിയാൽ മതി. ലോജിക്കൽ സീക്വൻസ് ഓർ നെറ്റ്വർക്ക്. അതായത് എ കഴിഞ്ഞിട്ട് നമ്മളൊരു ആരോ മാർക്ക് ഇട്ടിട്ട് ബി, കഴിഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് സി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? എ കഴിഞ്ഞിട്ട് വേണം ബി,
ബി കഴിഞ്ഞിട്ട് വേണം സി. സോ ഒരു സിമ്പിൾ ആരോ മാർക്ക് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ വെറുതെ വലിയ ടേബിളൊക്കെ വരച്ച് ചെയ്യുന്നത്. സോ rather than representing the work breakdown structure as a table, we can use a logical sequence or network to show the activities and their interdependency. ഒരു ടേബിളിൽ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് നല്ലത് ഒരു നെറ്റ്വർക്കായിട്ട് ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മെച്ചം? ഓരോ ആക്ടിവിറ്റീസ് എന്താണെന്നും അവ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒറ്റ നോട്ടത്തിൽ ഈ നോക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ സാധാരണ ടേബിളിലാണ് ചെയ്യാറ്. സോ we can make it into a logical sequence for a better understanding. നന്നായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ടേബിളിലുള്ള വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിനെ ഒരു നെറ്റ്വർക്ക് ആക്കി ചേഞ്ച് ചെയ്യാം. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിന്റെ നെറ്റ്വർക്ക് മോഡലിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നെറ്റ്വർക്ക് മോഡലിൽ പ്രധാനമായിട്ടും രണ്ട് ടേമുകളാണുള്ളത്. ഒന്ന് ആക്ടിവിറ്റി, രണ്ട് ഇവന്റ്. ബേസിക് ആയിട്ടൊന്ന് പറയാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സമയവും റിസോഴ്സും ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവന്റ് പറഞ്ഞാൽ അതൊരു സമയം മാത്രമാണ്. An activity is an item of work involving consumption of resources and time and produces a quantitative results. റിസോഴ്സുകളും സമയവും ഉപയോഗിച്ച് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്? activity. So activity is a process or activity is a task that is going on in a construction project. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ നടക്കുന്ന ഒരു പ്രവൃത്തിക്ക് അതല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ആക്ടിവിറ്റി. പ്ലാസ്റ്ററിങ് അതൊരു ആക്ടിവിറ്റിയാണ്. കോൺക്രീറ്റിംഗ് അതൊരു ആക്ടിവിറ്റിയാണ്. എക്സ്കവേഷൻ അതൊരു ആക്ടിവിറ്റിയാണ്. സോ ഇറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ഇവന്റ്സ്. രണ്ട് ഇവന്റുകൾക്കിടയിലാണ് ഒരു ആക്ടിവിറ്റി സംഭവിക്കുന്നത്. അപ്പോൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്കവേഷൻ രണ്ട് ഇവന്റുകൾക്കിടയിലാണ് നടക്കുന്നത്. സോ ഫസ്റ്റ് ഇവന്റ് ഏതാ? സ്റ്റാർട്ടിങ് ഓഫ് എക്സ്കവേഷൻ. ലാസ്റ്റ് ഇവന്റോ? ഫിനിഷ് ഓഫ് എക്സ്കവേഷൻ. അപ്പോൾ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഈ രണ്ട് ഇവന്റുകൾക്കിടയിലാണ് എക്സ്കവേഷൻ എന്നുള്ളൊരു ആക്ടിവിറ്റി നടക്കുന്നത്. ഇറ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് സ്റ്റാർട്ട് ആൻഡ് എൻഡ്. അത് ഒരു ആക്ടിവിറ്റി എന്ന് ഒരു പ്രോസസ്സിനെ വിളിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാർട്ടും കൃത്യമായിട്ടുള്ള ഒരു എൻഡും ഉണ്ടായിരിക്കണം. അല്ലാത്ത ഒരു പ്രോസസ്സിനെ നമുക്ക് ആക്ടിവിറ്റി എന്ന് വിളിക്കാൻ പറ്റൂല. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരാളുടെ ജീവിതം നോക്കുക. ഒരാളുടെ ജീവിതം എന്നുള്ള ആ പ്രോസസ്സിനെ നമുക്കൊരു ആക്ടിവിറ്റി ആക്കിയെടുക്കാം. സോ അയാളുടെ ജനനം അതിനെ നമ്മളൊരു ഇവന്റ് എന്നും അയാളുടെ മരണം അതിനൊരു ഇവന്റ് എന്നും വിളിക്കാം. സിമ്പിൾ എക്സാമ്പിൾ ആണ്. The life of a person can be called as an activity with its starting event as birth and the final event as death. മരണത്തിനെ ഫൈനൽ ഇവന്റായും ജനനത്തിനെ സ്റ്റാർട്ടിംഗ് ഇവന്റ് ആയിട്ടും കണക്കാക്കിയാൽ ജീവിതം എന്നതിനെ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയാൻ പറ്റും. ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ്. സോ അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? എക്സ്കവേഷൻ ഓഫ് ട്രഞ്ച് ഈസ് എൻ എക്സാമ്പിൾ. കോൺക്രീറ്റിംഗ് ഓഫ് റൂഫ് സ്ലാബ്, പ്ലാസ്റ്ററിംഗ് ഓഫ് വാൾ, പെയിന്റിംഗ് ഓഫ് വാൾ ഒക്കെ എക്സാമ്പിൾസ് ഓഫ് ആക്ടിവിറ്റിയാണ്. ദെൻ വാട്ട് ഈസ് ആൻ ഇവന്റ്? ഒരു ഇവന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് വൺ ഓർ മോർ ആക്ടിവിറ്റി. ഒന്നോ അതിലധികമോ ആക്ടിവിറ്റികളുടെ തുടക്കത്തിനെയോ അവസാനത്തിനെയോ വിളിക്കുന്ന പേരാണ് ഇവന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാളുടെ ജനനം എന്നുള്ളത് ഒരു പ്രോസസ്സാണോ? ഇല്ല. അവിടെ ഡെലിവറി എന്നൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിലും ജനനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ട് ഓഫ് ലൈഫ് എന്നാണ്. മരണം, ഡെത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻഡ് ഓഫ് ലൈഫ്. അതൊരു മൊമെന്റ് ആണ്, ഒരു നിമിഷമാണ്. അല്ലാതെ അതൊരു പ്രോസസ്സോ അതിന് ഒരുപാട് റിസോഴ്സ് എടുത്ത് നടക്കുന്ന പ്രവൃത്തിയോ അല്ല. സോ ആൻ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി എന്ന് പറയാം. ഇറ്റ് ഡസ് നോട്ട് കൺസ്യൂം ടൈം ഓർ റിസോഴ്സസ്. അപ്പോൾ മരണത്തിന് സമയം എടുക്കൂല. മരണം ഒരു മൊമെന്റിൽ സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതിന് ഒരുപാട് ടൈമോ അത് ഒരുപാട് റിസോഴ്സോ ആവശ്യമില്ല. അതേപോലെ ജനനം അതൊരു മൊമെന്റിൽ നടക്കുന്ന ഒരു ഒരു സംഭവമാണ്. അല്ലാതെ അതിന് ടൈമോ റിസോഴ്സോ ഉപയോഗിച്ച് നടക്കുന്ന പ്രവൃത്തിയല്ല. ആൻഡ് വി ക്യാൻ സേ സ്റ്റാർട്ടിംഗ് ഓഫ് കോൺക്രീറ്റ് അത് ഒരു ഇവന്റിന് എക്സാമ്പിൾ ആണ്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നു, തുടക്കം,
തുടക്കം എന്നുള്ളത് ഒരു ഇവന്റ് ആണ്. ഫിനിഷ് ഓഫ് പ്ലാസ്റ്ററിംഗ് അവസാനം, അതൊരു ഇവന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ടിവിറ്റി. ബട്ട് പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ അത് ആക്ടിവിറ്റിയാണ്. കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ടിവിറ്റിയാണ്. ബട്ട് സ്റ്റാർട്ട് ഓഫ് കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവന്റ് ആണ്. കോൺക്രീറ്റിംഗിന്റെ തുടക്കം. എൻഡ് ഓഫ് കോൺക്രീറ്റിംഗ് അതൊരു ഇവന്റ് ആണ്. കോൺക്രീറ്റിംഗിന്റെ അവസാനം. അതേപോലെ സ്റ്റാർട്ട് ഓഫ് പ്ലാസ്റ്ററിംഗ്, എൻഡ് ഓഫ് പ്ലാസ്റ്ററിംഗ്. അപ്പോൾ അതൊരു മൊമെന്റിനെ, ഒരു കൃത്യമായിട്ടുള്ള രണ്ട് ആക്ടിവിറ്റിനെ വേർതിരിക്കുന്ന ഒരു അവസ്ഥയെ പറയുന്ന ഒരു മൊമെന്റിനെ പറയുന്ന കാര്യമാണ് ഇവന്റ്. നെറ്റ്വർക്ക് മോഡലിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് ഡമ്മി ആക്ടിവിറ്റി. നമ്മൾ നെറ്റ്വർക്ക് ഡ്രോയിങ്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഡമ്മി ആക്ടിവിറ്റി എന്തിനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഡസ് നോട്ട് കൺസ്യൂം എനി റിസോഴ്സസ് നോർ ടൈം. ആക്ടിവിറ്റി തന്നെയാണ്, പക്ഷേ അത് ഇവന്റിനെ പോലെ ടൈമോ റിസോഴ്സോ കൺസ്യൂം ചെയ്യുന്നില്ല. ടൈമോ റിസോഴ്സോ കൺസ്യൂം ചെയ്യാത്ത ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് വിളിക്കും? ഡമ്മി ആക്ടിവിറ്റി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ലോജിക്കൽ ഇന്റർഡിപെൻഡൻസി എമംഗ് അതർ ആക്ടിവിറ്റീസ്. എ, ബി, സി എന്നുള്ള 3 ആക്ടിവിറ്റികളുണ്ട്. എയും ബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എങ്കിൽ ആ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആക്ടിവിറ്റിയാണ് ഡമ്മി ആക്ടിവിറ്റി. അതൊരു ആക്ടിവിറ്റി അല്ല, അതായത് അതിൻ്റെ ഇടയിൽ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. പക്ഷേ എ ആക്ടിവിറ്റി ഈസ് റിലേറ്റഡ് ടു ബി ആക്ടിവിറ്റി എന്ന് കാണിക്കാൻ അവയ്ക്കിടയിൽ കൊടുക്കുന്ന ഒരു ഡമ്മി ആക്ടിവിറ്റിയാണ്, ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയാം. സോ ഇറ്റ് ഡസ് നോട്ട് കൺസ്യൂം ടൈം ഓർ റിസോഴ്സസ്. സാധാരണ പോലെ ടൈമും റിസോഴ്സും ഉപയോഗിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, ബട്ട് ഇറ്റ്സ് സിംപ്ലി ആൻ ഇൻഡിക്കേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. Then what is network? A network is the graphical representation of activities in terms of nodes and arrows to show the logical interdependency between them. നോഡുകളും ആരോകളും ഉപയോഗിച്ച്, നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം, അതല്ലെങ്കിൽ ഒരു പോയിന്റ് എന്നാണ് അർത്ഥം. ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോ മാർക്ക്. അപ്പോൾ ഈ വട്ടങ്ങളും ആരോകളും ഉപയോഗിച്ച് ആക്ടിവിറ്റികളെ റെപ്രസെന്റ് ചെയ്ത് അവ തമ്മിലുള്ള ബന്ധങ്ങളെ കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക്. അപ്പോൾ ഒരു ടോട്ടൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ ഒരുപാട് വൃത്തങ്ങളും ആരോകളുമുള്ള നെറ്റ്വർക്കാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതുവഴി ഈ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാനും പ്രോജക്റ്റിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. സോ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് നെറ്റ്വർക്ക്. ഇറ്റ് ഹെൽപ്സ് us to have a better understanding of sequence of activity. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എവിടെ ആ ഒരു ചെയിൻ ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നും അവ തമ്മിലുള്ള കണക്ഷൻ, ഏത് കഴിഞ്ഞാലാണ് ഏതിനു മുമ്പാണ് ഏത് എന്നുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു സീക്വൻസ് കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ നെറ്റ്വർക്ക് മോഡൽ നമ്മളെ സഹായിക്കും. നെറ്റ്വർക്ക് മോഡലിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഗീവ്സ് us the various information about the project. ഒരാൾ ഈ നെറ്റ്വർക്ക് മോഡലിലോട്ട് നോക്കുമ്പോൾ തന്നെ, ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിയാത്ത ഒരാൾ ഈ പ്രോജക്റ്റിന്റെ നെറ്റ്വർക്ക് റെപ്രസെന്റേഷൻ നോക്കുമ്പോൾ തന്നെ അയാൾക്ക് അതിൽ നിന്ന് വേരിയസ് ഇൻഫർമേഷൻസ് കിട്ടും. ആ ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണമെന്ന് ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ്സ് ടു ബി ക്ലോസ്ലി മോണിറ്റേർഡ്. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടത്, കൃത്യമായി കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് നെറ്റ്വർക്ക് സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്ലാൻ ഫോർ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ആൻഡ് മാൻ പവർ ഡിപ്ലോയ്മെന്റ്. നെറ്റ്വർക്ക് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ആക്ടിവിറ്റീസിലോട്ടാണ് മെറ്റീരിയൽ അർജന്റായിട്ട് കൊടുക്കേണ്ടത്, അതിനുവേണ്ടി മെറ്റീരിയൽ നമ്മൾ നേടി വെക്കേണ്ടത്, അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു വെക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് മാൻ പവറിനെ നേരത്തെ കണ്ടുവെക്കേണ്ടത്, വിട്ടു നൽകേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ നെറ്റ്വർക്ക് മോഡലിൽ മനസ്സിലാവും. അപ്പോൾ ഈ നെറ്റ്വർക്ക് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി അവിടെയുള്ള ഒരു പ്രോജക്റ്റ് മാനേജർ ലീവിൽ പോകേണ്ടി വന്നു. പുതിയൊരാൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ നെറ്റ്വർക്ക് മോഡൽ നോക്കിയാൽ തന്നെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഇപ്പം നടക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കണം എന്ന് ഈ നെറ്റ്വർക്ക് മോഡൽ കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നെറ്റ്വർക്ക് മോഡൽ ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്.
ഇനി നമുക്ക് എങ്ങനെ നെറ്റ്വർക്ക് വരയ്ക്കാമെന്ന് നോക്കാം. നെറ്റ്വർക്ക് വരയ്ക്കുന്നതിന് രണ്ട് രീതികളുണ്ട്. AOA ആൻഡ് AON. ആക്ടിവിറ്റി ഓൺ ആരോ, ആക്ടിവിറ്റി ഓൺ നോഡ്. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഓൺ ആരോ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരുവിധ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഈ പ്രോബ്ലംസ്, നെറ്റ്വർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡിലാണ്. അതെന്താണെന്ന് നമുക്ക് വളരെ സിമ്പിളാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ AOAയും AONും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. AOA ആക്ടിവിറ്റി ഓൺ ആരോയിൽ രണ്ട് നോഡുകളുണ്ട്, I ആൻഡ് J. ഈ രണ്ട് നോഡുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ആരോന്റെ ടോപ്പിൽ എന്ത് എഴുതിയിട്ടുണ്ട്? A ബ്രാക്കറ്റിൽ IJ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A ഈസ് ആൻ ആക്ടിവിറ്റി വിത്ത് എ സ്റ്റാർട്ടിംഗ് ഇവന്റ് I ആൻഡ് എൻഡിങ് ഇവന്റ് J. A എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയാണ്, അതൊരു പ്രോസസ്സാണ്, ടൈമും റിസോഴ്സും എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് മേ ബി എക്സ്കവേഷൻ, ഇറ്റ് മേ ബി കോൺക്രീറ്റിംഗ്, ഇറ്റ് മേ ബി പ്ലാസ്റ്ററിംഗ്. അപ്പോൾ A എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയുടെ തുടക്കത്തിനെ, ആ ഇവന്റിനെ വിളിക്കുന്ന പേര് I എന്നും ആ ആക്ടിവിറ്റിയുടെ അവസാനത്തിന് ഇവന്റിനെ വിളിക്കുന്ന പേര് J എന്നുമാണ്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി A എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? A ബ്രാക്കറ്റിൽ I, J. അപ്പോൾ നോഡ് I ഈസ് ദ സ്റ്റാർട്ട് ഓഫ് ആക്ടിവിറ്റി AIJ. നോഡ് J ഈസ് ദ എൻഡ് ഓഫ് ആക്ടിവിറ്റി AIJ. അപ്പോൾ ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? A ബ്രാക്കറ്റിൽ സ്റ്റാർട്ടിംഗ് ഇവന്റ്, എൻഡിങ് ഇവന്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു ആക്ടിവിറ്റിക്ക് ഉറപ്പായിട്ടും ഒരു സ്റ്റാർട്ടിംഗ് ഇവന്റും ഒരു എൻഡിങ് ഇവന്റും ഉണ്ടായിരിക്കണം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ആക്ടിവിറ്റി ഓൺ നോഡ്. ആക്ടിവിറ്റി ഓൺ നോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോഡ് ഇപ്പോൾ നേരത്തെ ആക്ടിവിറ്റി ഓൺ ഇവന്റിൽ നോഡുകളിൽ ഇവന്റുകളായിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആക്ടിവിറ്റിയെ തന്നെ നോഡിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി ഓൺ നോഡ്. ഇവിടെ നോക്കൂ, ഈ ഫിഗറിൽ AB എന്നുള്ള രണ്ട് വൃത്തങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ A എന്നുള്ളതും B എന്നുള്ളതും ഓരോ ആക്ടിവിറ്റികളാണ്. A and B are activities. And this figure shows that B is an activity succeeding A. A കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് B എന്നും, and B cannot be started without the completion of A. A കംപ്ലീറ്റ് ആവാതെ B സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കുന്ന ഒരു ഫിഗറാണ് ആക്ടിവിറ്റി ഓൺ നോഡിൽ നമ്മൾ വരച്ചിട്ടുള്ള A ആരോ മാർക്ക് B.